തീർച്ചയായും രാകേഷ്, പാകിസ്ഥാൻ ഒരു വേണമെങ്കിൽ യുദ്ധത്തിന് പോലും തയ്യാറാണെന്ന രീതിയിലുള്ള ചില സൂചനകൾ, ചില പ്രസ്താവനകൾക്ക് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ചില മന്ത്രിമാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഒരു കാരണവശാലും ജനവാസ മേഖലകളിലേക്ക് ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ആക്രമണമില്ല. ഇന്ത്യ സൂചിപ്പിക്കുന്ന പോലെ ഇന്ത്യ ഭീകരർക്കെതിരെയാണ് ഇന്ത്യയുടെ യുദ്ധം, ഭീകരർക്കെതിരെയാണ് ആക്രമണമെന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ പാകിസ്ഥാൻ വീണ്ടും വീണ്ടും ഈ രീതിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്തായിരിക്കും? അതായത് ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ രാകേഷ്? ടോം, ഏതായാലും രണ്ട് രാജ്യങ്ങളും യുദ്ധം എന്ന ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ഇന്ത്യ ഇക്കാര്യത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. പക്ഷേ ഇന്ത്യയുടെ പരമാധികാരം അത് വിട്ടു നൽകാനും ആകില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇന്ത്യ ലക്ഷ്യം വെച്ചത് പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളല്ല, ജനവാസ മേഖലയല്ല, പകരം 9 ഭീകര താവളങ്ങളാണ്. അതിൽ തന്നെ 5 പാക് അധിനിവേശ കശ്മീരിലും 4 പാകിസ്ഥാനിലുമായിരുന്നു. പകരം പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത് സൈനിക താവളങ്ങളായിരുന്നു. കാരണം ഭീകര താവളങ്ങൾ ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെ പകരം പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത് സൈനിക താവളങ്ങളായിരുന്നു. ഇതിനുള്ള മറുപടിയായിരുന്നു ഇന്നലെ രാവിലെ നൽകിയത്. കാരണം 15 സൈനിക താവളങ്ങളാണ് ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത്. അതൊന്നും തന്നെ ലക്ഷ്യം കണ്ടില്ല. പകരം ഇന്ത്യയുടെ തിരിച്ചടി, ലാഹോറിലൊക്കെ തന്നെ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനമൊക്കെ തകർത്തുകൊണ്ട് മുന്നേറുന്നതും കണ്ടു. അങ്ങനെ ഇന്ത്യ ഒരു തിരിച്ചടി ഇന്നലെ നൽകിയിരുന്നു. അതിന് മറുപടി എന്ന നിലയ്ക്കാണ് രാത്രി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ജമ്മുവിലടക്കം ഇത്തരത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ചും മിസൈലുകളും ഒക്കെ തന്നെ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോഴും പറയുന്നത് ഭീകരതയ്ക്കെതിരായ പോരാട്ടമാണ് എന്നാണ്. ലോകരാജ്യങ്ങളോടും അതുതന്നെയാണ് ഇന്ത്യയുടെ വിശദീകരണം. കാരണം ഇന്ത്യ ഒരു തരത്തിലും ഈ വിഷയത്തെ വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഭീകരതയ്ക്കെതിരായ നടപടി ഇന്ത്യയുടെ ഭാഗത്ത് തുടരും, ഇന്ത്യ തുടരുക തന്നെ ചെയ്യും. കാരണം പഹൽഗാമിലാണ് 26 പേർ കൊല്ലപ്പെട്ട് തന്റെ തിരിച്ചടി എന്ന നിലയ്ക്കാണ് ഭീകരതാവളങ്ങൾ തകർത്തത് എന്നാണ് ഇന്ത്യയുടെ പ്രതികരണമായി വന്നിട്ടുള്ളത്. അപ്പോൾ ആ നിലപാട് തന്നെ ഈ ഘട്ടത്തിലും ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് രാവിലെ സൈന്യവും അക്കാര്യം വിശദീകരിച്ചിരുന്നു. പാകിസ്ഥാന്റെ പ്രകോപനത്തിനുള്ള മറുപടിയാണ് നൽകിയതെന്ന് സൈന്യവും വിശദീകരിച്ചിരുന്നു. ടോം, വ്യക്തമാണ്. TG സജിത്ത് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജിത്ത്, ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെ വരെയും തുടർച്ചയായി നീണ്ട ആക്രമണങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് തിരിച്ചടി നൽകുന്നു. സ്വാഭാവികമായും ഇന്ന് ഇത് 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ഈ സംഘർഷങ്ങൾ, ആക്രമണങ്ങൾ കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ടോ? ഇന്ത്യ എത്രത്തോളം സജ്ജമാണ്? ഈ പാകിസ്ഥാനെതിരെ തിരിച്ചടി നൽകാൻ എത്രത്തോളം സജ്ജമാണ്? പ്രത്യേകിച്ചും മണിപ്പൂരിൽ വിന്യസിച്ച സൈന്യത്തെ അടക്കം പാക് അതിർത്തിയിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇന്ത്യ അതീവ സജ്ജമാണ് എന്ന് മാത്രമല്ല, അതിർത്തിയിൽ കൂടുതൽ സേനാ വിന്യാസം കൂടി നടത്തുകയാണ്. പ്രത്യേകിച്ച് സാധാരണ ജനങ്ങളെ, അതിർത്തിയിൽ താമസിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ കടന്നാക്രമണം നടത്തുമ്പോൾ, ഷെല്ല് വർഷിക്കുമ്പോൾ, മിസൈലുകൾ വർഷിക്കുമ്പോൾ ജനങ്ങളെ പ്രതിരോധിക്കാൻ, ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ സർക്കാരും ബാധ്യസ്ഥരാണ്. ആ തരത്തിലുള്ള ഇടപെടലുകളാണ് കണ്ടത്. ഇന്നലെ രാത്രി മുതലാണ് ഏറ്റവും ശക്തമായ ഷെൽ വർഷിച്ചുകൊണ്ടുള്ള നീക്കം പാകിസ്ഥാനിൽ നിന്നും നടക്കുന്നത്. നമ്മൾ നേരത്തെ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ യുദ്ധ സമയത്തുണ്ടാകുന്നതിന് സമാനമായ കാഴ്ചകളാണ് ജമ്മുവിൽ നിന്നും അതിർത്തി മേഖലയിലെ മറ്റിടങ്ങളിൽ നിന്നുമൊക്കെ പുറത്തു വന്നുകൊണ്ടിരുന്നത്. എന്തായാലും അവിടെ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതിശക്തമായി തന്നെ ഇടപെട്ടു. അത് കൃത്യമായി തന്നെ ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞു എന്നതാണ്. ആ സന്തോഷം പങ്കുവയ്ക്കുന്ന പല പ്രതികരണങ്ങളും ഇതിനകം തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മണിപ്പൂരിൽ നമുക്ക് അവിടെ ആഭ്യന്തര സംഘർഷം ഉണ്ടായിരുന്ന ഇടമാണ്. മണിപ്പൂരിലുണ്ടായിരുന്ന സുരക്ഷാ സേനയിൽ ഒരു വിഭാഗത്തെ കാശ്മീരിൻ്റെ ജമ്മു മേഖലകളിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്. അവിടെ കൂടുതൽ സേനാ വിന്യാസത്തിന് ഒരുക്കങ്ങൾ നടക്കുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കൂടുതൽ പ്രകോപനമുണ്ടായെങ്കിൽ ശക്തമായ തിരിച്ചടി, ഇത് തന്നെയാണ് നമ്മുടെ നീക്കം. ആ തന്ത്രങ്ങൾ തന്നെയാണ് അവിടെ ഒരുക്കുകയും ചെയ്യുന്നത്. ഇന്നലെ പാകിസ്ഥാന്റെ ചില തന്ത്രപ്രധാന ഇടങ്ങളിലേക്ക് കടന്നുകയറി ഇന്ത്യ ആക്രമണം നടത്തിയെന്ന സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ സേനയും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്തിയിട്ടില്ല. ഒരുപക്ഷെ വൈകിട്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ സേനാവൃത്തം ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകുമെന്ന് കരുതാം. ഇതിൽ തന്ത്രപ്രധാനമായ 2 ഇടങ്ങൾ, ഒന്ന് ഇസ്ലാമാബാദും മറ്റൊന്ന് കറാച്ചിയുമാണ്. കറാച്ചി തുറമുഖം പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ സാമ്പത്തിക ശേഷിയിലുമടക്കെ അങ്ങേറ്റം നിർണായകമായ ഒരു ഇടമാണ്. തന്ത്രപ്രധാനമായ സൈനിക സാന്നിധ്യമുള്ള ഒരു ഇടം കൂടിയാണ്. അവിടെ ഇന്ത്യ കടന്നാക്രമണം നടത്തി എന്ന വാർത്തയാണ് ഇന്നലെ വന്നത്. ഇത് ആദ്യഘട്ടത്തിൽ അവർ നിഷേധിച്ചിരുന്നു. പക്ഷേ കറാച്ചി പോർട്ട് ട്രസ്റ്റ് ഇക്കാര്യത്തിൽ പിന്നീട് അവരുടെ എക്സ് അക്കൗണ്ടിൽ തന്നെ ഇത് സംബന്ധിച്ചിട്ട ഒരു പോസ്റ്റ് വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട്. ഈ പോസ്റ്റാണ് യഥാർത്ഥത്തിൽ അവരുടെ ഈ എക്സ് അക്കൗണ്ടിലിട്ട്. ഇതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, കറാച്ചി പോർട്ട് ഹാസ് സസ്റ്റൈൻഡ് ഹെവി ഡാമേജസ്. ഇന്ത്യയുടെ ആക്രമണത്തിൽ വലിയ ഡാമേജ് അവിടെ ഉണ്ടായിട്ടുണ്ട്, വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളത് തിരികെ എത്തിക്കാനുള്ള
എത്തിക്കാനുള്ള ശ്രമം നടത്തുകയാണ്, തിരികെ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഇതാണ് ഈ പോസ്റ്റിലൂടെ അവർ അവകാശപ്പെട്ടത്. അതായത് തങ്ങൾക്ക് ഒന്നും പറ്റിയിട്ടില്ല എന്ന് അവകാശവാദം ഉന്നയിച്ചൊരു 8 മണിക്കൂറുകൾക്കപ്പുറം ഇത്തരമൊരു പോസ്റ്റ് വന്നത് എങ്ങനെ എന്ന ചോദ്യമാണ് ഉണ്ടാവുന്നത്. പക്ഷേ പിന്നീട് അത് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നതാണ് പാകിസ്ഥാൻ ഉന്നയിക്കുന്ന വാദം. എന്തായാലും ആ വാദത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നു എന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ഇന്ത്യയാണ് അവർ കുറ്റപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും ആ പോസ്റ്റ് അങ്ങനെയാണ്. ഏറ്റവും ഒടുവിൽ വന്ന പോസ്റ്റ് ഇതായിരുന്നു. അതിന് തൊട്ട് മുമ്പ് വന്ന പോസ്റ്റ് ഇങ്ങനെയാണ്. ഈ പോസ്റ്റിൽ അവർ അവകാശപ്പെടുന്നത് ഇന്ത്യൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അവിടെ പാകിസ്ഥാന്റെ കറാച്ചിയിലെ പോർട്ടുകളിലൊന്നും ഒരു തരത്തിലുള്ള ആക്രമണവും ഉണ്ടായിട്ടില്ല. ആ വാർത്തകൾ തെറ്റാണ്. പാകിസ്ഥാൻ മാധ്യമങ്ങൾ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നു എന്നതാണ് അവർ ഉന്നയിച്ച വാദം. എന്തായാലും ഈ റിപ്പോർട്ടിൽ ഇത്തരമൊരു വിശദീകരണം അവർ പോസ്റ്റ് ചെയ്തു. അതായത് ഈ റിപ്പോർട്ട് സംബന്ധിച്ച് ഇത് പൂർണ്ണമായും തെറ്റ് എന്ന് പാകിസ്ഥാൻ പോർട്ട് ട്രസ്റ്റ്, കറാച്ചിയിലെ പോർട്ട് ട്രസ്റ്റ് അവരുടെ ഔദ്യോഗിക ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിൽ അവർ പോസ്റ്റ് ചെയ്ത കാര്യമാണ്. ഈ പോസ്റ്റിന് തൊട്ടു പിന്നാലെയാണ് മണിക്കൂറുകൾക്കപ്പുറം നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ ഒരു എക്സ്പോസ്റ്റ് വരുന്നത്. അതായത് ഇതിൽ ഏത് വിശ്വസിക്കണം എന്നൊരു ആശയക്കുഴപ്പമുണ്ട്. ഏറ്റവും ഒടുവിൽ ഇത് സംബന്ധിച്ച് ആ പോസ്റ്റിൻ്റെ എക്സ് അക്കൗണ്ട് തന്നെ ഇപ്പോൾ നിലവില്ല എന്ന കാര്യമാണുള്ളത്. അല്പസമയം മുമ്പും ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ ആ അക്കൗണ്ടിൽ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ 2 കാര്യങ്ങൾ സംശയിക്കാം. ഒന്ന്, പാകിസ്ഥാനിൽ നിരവധി ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ബലൂചിസ്ഥാൻ വിഘടനവാദികളുടെ നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആ തരത്തിൽ എന്തെങ്കിലും വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെടുന്ന പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വെബ്സൈറ്റ് ഈ പോസ്റ്റ് പിന്നെ എങ്ങനെയാണ് അവിടെ വന്നിരിക്കുന്നത്? ഒരുപക്ഷെ കറാച്ചി പോർട്ടിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ട് എന്നാൽ അത് കൂടുതൽ ഉണ്ടായിട്ടില്ല, ഞങ്ങൾ തിരികെ വരുന്നു എന്ന കാര്യം അവർ അറിയിക്കുകയാണോ ചെയ്തത്? ഇങ്ങനെയുള്ള ആശയക്കുഴപ്പം ഇപ്പോഴുമുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിൽ കറാച്ചി പോർട്ടിന് നേരെ, തുറമുഖത്തിന് നേരെ ഇന്ത്യ ആക്രമണം നടത്തിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഇപ്പോഴും നമുക്ക് മുന്നിലില്ല. പാകിസ്ഥാൻ എന്തായാലും ആ വാദം തള്ളുന്നുണ്ട്. പക്ഷേ കൂടുതൽ വ്യക്തത വരുത്താൻ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ തയ്യാറായിട്ടില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വൈകിട്ട് നമ്മുടെ രാജ്യം, സൈന്യം ഇത് സംബന്ധിച്ചതുപോലെ വലിയ ഈ കറാച്ചിയിലടക്കം ആക്രമണം, ഇന്ത്യയുടെ ഭാഗത്ത് ആക്രമണം ഉണ്ടായില്ല എന്ന് പാകിസ്ഥാൻ പറയുമ്പോഴും ഇന്ത്യ കൃത്യമായ തെളിവുകളടക്കം ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടിട്ടുണ്ട് പലയിടങ്ങളിൽ. അതായത് ലാഹോറിലും കറാച്ചിയിലും സിയാൽകോട്ടിലും പെഷാവറിലും ഒക്കെ ഈ രീതിയിൽ ആക്രമണം ഇന്ത്യ തിരിച്ചടി നൽകി എന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. സജിത്ത്, ഇക്കാര്യത്തിൽ അതായത് വലിയ രീതിയിലുള്ളൊരു ആൾനാശം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാന് സംഭവിച്ചിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? ഇക്കാര്യം പാകിസ്ഥാൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. ഇന്നലെ വന്ന ചില പ്രധാനപ്പെട്ട വാർത്തകൾ, ഒന്ന്, കറാച്ചി തുറമുഖത്തിന് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണമാണ്. കാരണം ടോം, അത് തന്ത്രപ്രധാനമാവുന്നതിന് കാരണം പലതുണ്ട്. ഒന്ന്, പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ സാമ്പത്തിക ശേഷിയിലും സൈനിക ശേഷിയിലും തന്ത്രപ്രധാനമായ ഇടമാണ് കറാച്ചി. കാരണം കറാച്ചി തുറമുഖത്ത് നിന്ന് ഇന്ത്യക്ക് നേരെ ഒരു നാവിക മുന്നേറ്റം നടത്താൻ പാകിസ്ഥാന് കഴിയുന്ന ഒരിടമാണ്, അവശേഷിക്കുന്ന ഒരേ ഒരു ഇടമാണ്. അവർക്ക് തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്ന ഇടമാണ് ഗുജറാത്തിൻ്റെ തീരങ്ങളിലേക്കൊക്കെ എത്താൻ ശേഷിയുണ്ട് എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഇങ്ങേയറ്റത്ത് കിടക്കുന്ന കേരള തീരത്തിലേക്ക് പോലും വേണമെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും ഒരു ആക്രമണം നടത്താൻ അവർക്ക് കരുതി വച്ചിരിക്കുന്ന ഒരു ഇടമായിരിക്കാം കറാച്ചി തുറമുഖം. പക്ഷേ ഈ കറാച്ചി തുറമുഖം തന്ത്രപ്രധാനമായ ഇടം ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. കാരണം INS വിക്രാന്ത് പോലെയുള്ള നമ്മുടെ തന്ത്രപ്രധാന സാഹചര്യങ്ങൾ, അതായത് യുദ്ധക്കപ്പലുകൾ, നിരവധി യുദ്ധവിമാനങ്ങളെ വഹിച്ചുകൊണ്ട് അറബിക്കടലിൽ ലാൻഡ് ചെയ്തിരിക്കുന്ന ഈ യുദ്ധക്കപ്പൽ അടക്കം ലക്ഷ്യമിടുന്നത് ഒരുപക്ഷെ കറാച്ചി തുറമുഖമാണ്. അതായത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നീക്കമുണ്ടായെങ്കിൽ ഇന്ത്യ നടത്താൻ പോകുന്ന നാവിക മുന്നേറ്റം ഒരുപക്ഷെ കറാച്ചി തുറമുഖം ലക്ഷ്യമിട്ടാണ്. അതുകൊണ്ടാണ് കറാച്ചി തുറമുഖത്തെ അറ്റാക്ക് ചെയ്യപ്പെട്ടു എന്ന അഭ്യൂഹങ്ങൾ വന്നപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെട്ടത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അത് പാകിസ്ഥാൻ അതിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം ഇന്ത്യൻ ആർമിയും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ അടുത്ത ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ ഇന്നലെ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്ത്യയുടെ കടന്നാക്രമണങ്ങൾ സ്വാഭാവികമായി പാകിസ്ഥാനിൽ വീണ്ടും ഒരു ഭരണ അസ്ഥിരത അത് ശക്തമാക്കി എന്നതാണ്. പ്രത്യേകിച്ച്